ഞാനിപ്പോൾ കാണിക്കുന്ന ഏത് പോസ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ ആഡിൽ റിസൾട്ട് വരിക? ഇതിനാണോ? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന പോസ്റ്റർ റിയൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആഡ് റണ്ണ് ചെയ്ത് അത് എ/ബി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഏത് ക്രിയേറ്റീവ്സ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് തരുന്നതെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഗസ് വർക്ക് ആയിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണയായി നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റീവ്സ്, ലാൻഡിങ് പേജ്, ഇതൊക്കെ കുറച്ച് ഡിഫറൻറ്റ് വരുത്തിയിട്ട് ആഡ് റണ്ണ് ചെയ്ത് ഏതിനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് എ/ബി ടെസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് എ/ബി ടെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഒരേ കോഴ്സിൽ നിന്നുള്ള 2 ക്രിയേറ്റീവ്സ്, അതിൽ ഒന്നാമത്തെ ക്രിയേറ്റീവ്സിൽ എൻ്റെ കോഴ്സിൽ 3 സ്റ്റുഡൻസിന് ജോബ് കിട്ടി. രണ്ടാമത്തെ ക്രിയേറ്റീവ്സിൽ ജോബ് കിട്ടാൻ ഞങ്ങളുടെ കോഴ്സാണ് ബെസ്റ്റ്. ഇത് രണ്ടും ഒരേ കോഴ്സിൽ നിന്ന് ഒരേ അക്കാദമിക്കുള്ള പരസ്യമാണ്. ഇത് രണ്ടും സ്റ്റാറ്റസ് ഇടുമ്പോൾ ഏതാണ് കൂടുതൽ എൻക്വയറി വരുന്നുണ്ടെങ്കിൽ അത് വിന്നായി എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിൽ ഡിസിഷൻ എടുക്കുന്നത് കുറച്ച് കളിയല്ല. അതുകൊണ്ട് തന്നെ എ/ബി ടെസ്റ്റിങ്ങിലൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും കൺവേർഷൻ റേറ്റ് ഇംപ്രൂവ് ചെയ്യാനും ബഡ്ജറ്റ് സേവ് ചെയ്യാനും ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും കസ്റ്റമർ ബിഹേവിയർ ബെറ്ററായി മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ്.